ഇന്ത്യയുടെ മതേതരത്വം വലിയ പ്രതിസന്ധിയെയും ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ മതേതരത്വം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും മതേതരത്വവും മതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ മതേതരത്വം പെട്ടെന്ന് നമ്മൾ അടിച്ചേൽപ്പിച്ചു വന്നില്ല. അതിന് വലിയ ചരിത്രമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന് പറഞ്ഞ ആശയം വരുന്നതെന്നെങ്കിലും നമ്മൾ എത്രയോ കാലമായി ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ് പൊതുവെ ഇന്ത്യയിലെ ജനങ്ങളെന്ന് പറയുന്നത്. കാരണം മതേതരത്വത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളൊന്ന് സ്വീകരിക്കലാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഇൻക്ലൂസീവ് ആണെന്നുള്ളതാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നൊരർത്ഥമുണ്ട് യഥാർത്ഥത്തിൽ മതേതരത്വത്തിന്. എന്തുകൊണ്ടാണ് ഇന്ന് സംഘപരിവാർ പലപ്പോഴും മതേതരത്വത്തിനെതിരായി നിൽക്കുകയും മതേതരത്വം എടുത്തു കളയുകയും ചെയ്യുമെന്നൊക്കെ അവർ പറയുന്നതിൻ്റെ ഒരു കാരണം എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മ കൂടിയാണത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുക. അപ്പം ഇന്ത്യൻ മതേതരത്വത്തിന് ഒരു തുടക്കം അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ പഴയ കാലം 2000-3000 വർഷത്തിനപ്പുറത്തേക്ക് പോകേണ്ടി വരും. അലക്സാണ്ടറുടെ ആക്രമണം എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന യഥാർത്ഥത്തിൽ അതിനൊരു ആക്രമണം എന്ന് പറയാൻ പോലും നമുക്ക് ചിലപ്പം പ്രയാസമുണ്ട്. കാരണം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അലക്സാണ്ടറുടെ വരവ്. ഇന്ത്യയിലെ കലയ്ക്ക്, ഇന്ത്യയിലെ സാഹിത്യത്തിന്, ഇന്ത്യയിലെ വസ്തുശില്പത്തിനൊക്കെ വലിയ സംഭാവന നൽകിയവരാണ് ഗ്രീക്കുകാർ. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്നത് കലയുടെ പല രൂപങ്ങളാണ്. ഇതെല്ലാം അലക്സാണ്ടറുടെ വരവോട് കൂടി കിട്ടി. അപ്പോൾ ഓരോ വരവിനെയും നമ്മൾ മനസ്സിലാക്കുകയും ആ ഓരോ വരവിലും നമ്മൾ നല്ല കാര്യങ്ങളെ സാംശീകരിക്കുകയും ചെയ്യുന്നത് ഒരു സെക്കുലർ മൈൻഡിൻ്റെ ലക്ഷണമാണ്. അത് ഇന്ത്യൻ സെക്കുലാരിസത്തിന് അതുകൊണ്ട് വലിയ പൂർവ്വ ചരിത്രങ്ങളുണ്ട്. അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. അതിനുശേഷം വന്ന ഓരോരുത്തരും അതിനുശേഷം ഇപ്പം വിദേശികളിൽ നിന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ ഈ വൈദേശികം എന്ന് പറയുന്ന ആശയം അത്ര ലോകത്തെ ഒന്നായി കാണുമ്പോൾ നമുക്ക് തോന്നാറില്ല. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഒരാൾ വിദേശത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ പോലും പിന്നീട് അവർ ഈ ദേശത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ നരവംശാസ്ത്രമൊക്കെ വളരെ പുരോഗമിച്ചൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിന്നറിയാം ഔട്ട് ഓഫ് ആഫ്രിക്കൻ തിയറിയൊക്കെ അനുസരിച്ച് ഒരു 65,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ മൗറീഷ്യൻ ദ്വീപുകളിൽ നിന്നും അല്ലെങ്കിൽ മൊറോക്കയിൽ നിന്നും ഒക്കെ ആയിട്ട് മനുഷ്യൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു പോയത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തു പോയ മനുഷ്യരൊക്കെ തന്നെ വിദേശികളെന്ന് പറയാൻ പറ്റില്ല. അവരോരോ സ്ഥലങ്ങളിൽ ചെന്ന് അവരുടേതായ സംസ്കാരങ്ങൾ അവിടെ കൊടുക്കുകയും അവിടുത്തെ മനുഷ്യരും അവിടുത്തെ അന്ന് മനുഷ്യർ ആർക്കിയായിക്ക് എന്ന് പറയുന്ന മനുഷ്യരാണ്, അവിടുത്തെ പൂർവികർ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസികളാണ്, അവരുമായിട്ട് ചേർന്നുള്ള ജീവിതമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ് സംസ്കാരം രൂപീകരിച്ച് വരുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഇതെല്ലാം സെക്കുലറിസമായിട്ട് നമ്മൾ ഇന്ന് കണ്ടേ പറ്റുള്ളൂ. കാരണം എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക. യഥാർത്ഥത്തിൽ സെക്കുലറിസം എന്നുള്ള ആശയം 1857 ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒരു പത്രപ്രവർത്തകനാണ് ഈ ആശയം കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മതം വളരെയധികം അപകടകരമായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ട രാഷ്ട്രങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയാണ് ആകുന്നുവെങ്കിൽ പോലും യൂറോപ്പായിരുന്നു. യൂറോപ്പിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ യൂറോപ്പിൽ മതം പലപ്പോഴും അപകടകരമായ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മതനവീകരണ പ്രസ്ഥാനം ജോൺ വൈക്ലിഫിൻ്റെയും ജോൺ കാൽവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മതനവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് വലിയ മതസ്വാധീനമുള്ള രാജ്യങ്ങളായിരുന്നു ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും, പല യൂറോപ്യൻ രാജ്യങ്ങളും. എന്താ അതിൻ്റെ ഒരു ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യവംശത്തിന് ചിറകുയർത്തി പറക്കാൻ കഴിയാത്ത വിധം മതം ഒരു അന്ധവിശ്വാസത്തിൽ അവരെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്തെ ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇപ്പം ചോസറുടെ സാഹിത്യം നമ്മൾ വായിച്ചാൽ, അതല്ലെങ്കിൽ ജോൺ മിൽട്ടൻ്റെ ഇപ്പം പാരഡൈസ് ലോസ്റ്റൊക്കെ നമ്മൾ വലിയ ഉയരത്തിൽ പറയാറുണ്ട്. പക്ഷേ പാരഡൈസ് ലോസ്റ്റിൽ പോലും അന്ധവിശ്വാസം ആണ് വരുന്നത്. സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്ന ഈ മതസങ്കല്പങ്ങളെ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ആസ്പദമാക്കിയുള്ള മനുഷ്യജീവിതം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു മതം. അതിന് വ്യത്യസ്തമായിട്ടോ വ്യതിരിക്തമായിട്ട് ആര് നീങ്ങിയാലും അവരിവിടെ ജയിലിടുക പോലും ഉണ്ട്. എത്രയോ ആൾക്കാരെ അങ്ങനെ മതത്തിനെതിരെ നീങ്ങിയെന്നും പറഞ്ഞ് ജയിലിലടച്ച ആണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ച ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്. ശാസ്ത്രം എപ്പോഴാണ് യൂറോപ്പിൽ വളരാൻ തുടങ്ങിയത്? ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സങ്കല്പങ്ങളും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഉറവിടമായി യൂറോപ്പ് മാറുന്നത് മതത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞപ്പോഴാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. മതം ഒരിക്കൽ പോലും ശാസ്ത്രം വളരാൻ അനുവദിച്ചിട്ടില്ല. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നില്ല എന്നുള്ളത് ചരിത്രം പറയുന്നൊരു കാര്യമാണ്. മനുഷ്യൻ യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവിനെ എടുത്തു കളയുക എന്നുള്ളത് മതം എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട്. ഇതിനെ മാറ്റിക്കൊണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് കുറച്ചുകൂടെ യുക്തിപരമായി ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ
മതം ഒന്ന് പത്തി താഴ്ത്തിയാലേ പറ്റുള്ളൂ. അതായിരുന്നു യഥാർത്ഥത്തിൽ മതനവീകരണ പ്രസ്ഥാനം ചെയ്തത്. അതിലൂടെ വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നു, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചോദ്യങ്ങളിലൊന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നാണ്. മതത്തിൽ അങ്ങനത്തെ ഒരു ചോദ്യമില്ല. മതം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒന്നാണ്. ഈ ചോദ്യം വരുമ്പോഴാണ് പ്രപഞ്ചം എങ്ങനെ നിൽക്കുന്നു, പ്രപഞ്ചം എന്തുകൊണ്ട് ഭൂമി കറങ്ങുന്നു, എന്തുകൊണ്ട് ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് പ്രകാശം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇരുട്ടുണ്ടാകുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഇത് ഇപ്പം നമ്മളിപ്പോൾ ഒറ്റ വാക്കിൽ എല്ലാം കണ്ടുപിടിച്ച് ദൈവമാണെന്ന് പറയുന്നതോടുകൂടി അവിടെ ചോദ്യം അവസാനിക്കുകയാണ്. എല്ലാം കണ്ടുപിടിച്ചത്, എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്, എല്ലാം കൊണ്ടു നടക്കുന്നതും ദൈവമാണെന്ന് വന്നാൽ പിന്നെ ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, ശാസ്ത്ര ലാബുകളുടെ ആവശ്യമില്ല, ഗവേഷണങ്ങളുടെ ആവശ്യമില്ല, ഇതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് മുതൽ തന്നെ മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു, ശാസ്ത്രം വളരാൻ തുടങ്ങുന്നു, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. ഇതോടുകൂടി മതം പതുക്കെ സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടാലും മതം മനുഷ്യ ചരിത്രത്തിൽ നിന്ന് മാറിപ്പോവില്ല. കാരണം മതത്തിന് ചില നല്ല വശങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. അത് മനുഷ്യൻ്റെ അവൻ്റെ മൂല്യങ്ങളിൽ നിർത്തും. മതം അതുകൊണ്ട് മൂല്യമാണ്, മൂല്യത്തിൻ്റെ പേര് കൂടിയാവണം മതം. മതം എപ്പോൾ മൂല്യത്തിൻ്റെ പേരാകാതെ അധികാരത്തിൻ്റെ പേരായിട്ടുണ്ടോ അവിടെയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളിലും നമ്മളിത് കാണാം. ലോകത്തിലെ മതങ്ങളുടെ ഞാൻ ഒരു മതത്തെക്കുറിച്ചല്ല പറയുന്നത്, എല്ലാ മതങ്ങളും അതിൻ്റെ അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യവംശത്തിൻ്റെ സ്നേഹമോ മാനവികതയോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് മതം മൂല്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മതം ഒരു അധികാരമായി മാറുന്ന ഏത് സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും ഒന്നിനും കൊള്ളാത്ത കുറേ മനുഷ്യരെ സൃഷ്ടിക്കാനും യുക്തിപരമല്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കാനും അശാസ്ത്രീയമായ ഒരു ബോധം വളർത്തിയെടുക്കാനും അങ്ങനെ ശാസ്ത്രയുക്തി ഇല്ലാത്ത ഒരു സമൂഹമാക്കി സമൂഹത്തെ നിലനിർത്താനുമേ മതത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരവസ്ഥയിലേക്ക് മതം വരിക എന്നുള്ളതാണ് സെക്യുലാരിസത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന്. കാരണം അവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, എല്ലാത്തിനും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. അപ്പം യൂറോപ്പിൽ യഥാർത്ഥത്തിൽ സെക്യുലാരിസം വരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ സെക്യുലാരിസം. ഇന്ത്യയിലെ മതേതരത്വ രീതിയൊന്നും അവിടെ എക്സ്ക്ലൂസീവായിരുന്നു മതങ്ങൾ. കാരണം മതത്തെ രാഷ്ട്രത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റണം. അവരുടെ അനുഭവം അങ്ങനെ അവരെ പഠിപ്പിച്ചത്. മതം എപ്പോൾ രാഷ്ട്രത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മതം രാഷ്ട്രം രണ്ടാകട്ടെ. അവർ അമ്പലത്തിൽ പോകേണ്ടവർ അമ്പലത്തിൽ പോകുക, പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോകുക, രാഷ്ട്രത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനല്ല. ഇന്ത്യയിൽ വന്നപ്പോൾ വലിയ ചർച്ച. ഇപ്പം നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ 50കളിലൊക്കെ 40കളിൽ മുതൽ തുടങ്ങിയതാണ് ഭരണഘടന എങ്ങനെയായിരിക്കണം, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള വലിയ ചർച്ചകൾ. ആ ചർച്ചകളിൽ പലരും പല ആശയങ്ങളും മുന്നോട്ട് വെച്ച കൂട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ മതങ്ങളെയും മത സമഭാവന എന്ന് പറയുന്ന ആശയം ഇന്ത്യയുടെ ഒരു വലിയ സംഭാവനയാണ് ലോകത്തിന്. എല്ലാ മതങ്ങളും സമമാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിനെയാണ് ഉൾക്കൊള്ളാൻ കഴിയാതെ പുതിയ ഭരണവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒരു മതം മതി, അല്ലെ ബാക്കി മതമൊക്കെ മോശമാണ് എന്ന് പറയുന്ന എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ടാവുകയും ആ മതങ്ങളൊക്കെ മുഗൾ സാമ്രാജ്യം തന്നെ എടുത്തു നോക്കുക. അതിനൊരു മതമായിട്ട് നമ്മൾ കാണുമ്പോൾ പലതും സംഘപരിവാറിന് തോന്നുന്നുണ്ടാവും. പക്ഷേ മുഗൾ സാമ്രാജ്യം ഭരിച്ചിരുന്ന കാലം മുഴുവൻ 1528 ആണ് 16-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ബാബർ ഇന്ത്യയിൽ വരുന്നത്. ഏതാണ്ട് 1850-57 വരെയുള്ള കാലഘട്ടത്തിൽ അവർ നിലനിൽക്കുകയും ചെയ്തു. 250-300 വർഷക്കാലം ഭരിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയെ കാണുന്ന സകല വാസ്തുശില്പങ്ങൾ അവരുണ്ടാക്കിയതാണ്. ഇന്ത്യയിലെ റോഡുകൾ റോഡെന്ന് പറയുന്ന ആശയം അവരുണ്ടാക്കിയതാണ്. ഇന്ത്യയിലെ പോസ്റ്റൽ സിസ്റ്റം അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരുപാട് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ മതമായി കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സങ്കുചിതമായി മതത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെയാണ് സെക്യുലാരിസം അപകടമാണെന്നുള്ള ചിന്ത അവർക്കുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സെക്യുലാരിസം അല്ലെങ്കിൽ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഇതിനെല്ലാം മനസ്സിലാക്കി ഇതിനെല്ലാം കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിനെതിരെ വലിയ പ്രശ്നം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എനിക്കൊന്ന് ചിന്തിക്കുന്ന മനുഷ്യരൊക്കെ തന്നെ ഈ ഇൻക്ലൂസീവ് സെക്യുലാരിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാനും നീയും നിലനിൽക്കെ തന്നെ നമ്മളെന്നുള്ളൊരാശയം കൂടെ കൊണ്ടുവരിക. ഓരോരുത്തരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുക തന്നെ ഇതെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ആത്യന്തികമായി മനുഷ്യൻ്റെ വികാസത്തിന് ഇത് ആവശ്യമാണെന്നും അല്ലെങ്കിൽ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ. മതം പോലെ തന്നെ സംസ്കാരം ഉണ്ടാകുന്നതും സംഘപരിവാറൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സംസ്കാരം മതത്തിൽ നിന്നുണ്ടായി വന്നതാണെന്നാണ്. അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ അലക്സാണ്ടറുടെ വരവോടുകൂടി ഉണ്ടായ ആ മാറ്റം മുതൽ എത്രയോ മാറ്റങ്ങൾ നമ്മളെപ്പോഴും പറയാനുള്ളതാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒന്നും നമ്മളുടേതല്ല, ഏതെങ്കിലും മതം സംഭാവന ചെയ്തതല്ല. നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ, നമ്മുടെ കുപ്പായങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി കഴിക്കാറുണ്ട് രാവിലെ. ഇഡ്ഡലി ഒന്നും നമ്മളുടേതല്ല, ഇഡ്ഡലി ഇന്തോനേഷ്യക്കാരുടെയാണ്.
സാമ്പാർ നമ്മളുടെ അല്ല, ചായ ചൈനയിൽ നിന്നും വന്നാണ്, കാപ്പി പോർച്ചുഗീസിൽ നിന്നും വന്നാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഓരോരുത്തരുടെ സംഭാവനയാണ്. അങ്ങനെ പല രാജ്യങ്ങളുടെയും പല സംസ്കാരങ്ങളുടെയും നമ്മളിൽ നിന്ന് ഒരുപാട് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇങ്ങനെ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടന്നാണ് ഒരു രാജ്യം, ഒരു സമൂഹം വികസിക്കുന്നത്. അതാണ് മാനവികതയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നും ഈ കൊടുക്കൽ വാങ്ങൽ തന്നെയാണ്. ഇതിനെയൊക്കെ റദ്ദ് ചെയ്തുകൊണ്ട്, ഇതിനെല്ലാം മതമായി മാത്രം കണ്ടുകൊണ്ട്, ഒറ്റ മതം അല്ലെങ്കിൽ ഒറ്റ ഭാഷ എന്നൊക്കെ പറയുന്ന ഫാസിസത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജീവിതത്തെ കൊണ്ടുപോകുന്നതിനെതിരെ വലിയ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന മനുഷ്യർ മതം എന്താണെന്നും മതത്തിന് എവിടെയാണ് നിർത്തേണ്ടതെന്നും മതം എവിടെയാണ് അപകടത്തിലേക്ക് പോകുന്നതെന്നും, മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതത്തിൽ വിശ്വസിക്കാത്തവർക്കും, ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവർക്കും, മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ആചാരം മാത്രം കൊണ്ട് നടക്കുന്നവർക്കും ഒക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തുല്യസ്ഥാനം ഉണ്ടാവണം. അവരവരുടെ ആരാധനാലയത്തിൽ ചെല്ലുമ്പോഴോ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴോ ഒക്കെ അവരങ്ങനെ ആകാം പക്ഷേ സമൂഹം എന്ന് പറയുന്നത് ഒരു പൊതുവിടമാണ്. അവിടെ അങ്ങനെ അല്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും മതത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തിൽ നിന്ന് ആകെ 6 രാഷ്ട്രങ്ങളാണ് പൂർണ്ണമായിട്ടും മതവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. 6 രാജ്യങ്ങളേ ഉള്ളൂ. നമുക്ക് 220-220 രാജ്യങ്ങളാണ് UN അംഗീകരിച്ചിട്ടുള്ളത് ലോകത്തിൽ. അതിലേണ്ട 6 രാജ്യങ്ങൾ മാത്രമേ ശരിക്കും മതാധിഷ്ഠിതമായിട്ടുള്ളൂ. ഈ 6 രാജ്യങ്ങളും സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിൽ ഒരുപക്ഷേ സൗദി അറേബ്യ പോലുള്ള 1-2 രാജ്യങ്ങൾ ഒഴിച്ചാൽ അവരിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാക്കി കുറേ രാജ്യങ്ങളിൽ ചില മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഔദ്യോഗിക മതമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത നമ്മൾ ഓർക്കണം, മറ്റ് മതങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഒരു വിലക്കുമില്ല അവിടെ. അതുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ മതരാഷ്ട്രങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല. പൂർണ്ണമായ മതരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ പൂർണ്ണമായിട്ട് മതരാഷ്ട്രമാക്കുന്നതോടുകൂടി ഈ പ്രവർത്തന സ്വാതന്ത്ര്യമാണ് എല്ലാവരും. പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും മുന്നോട്ട് പോകാനുള്ള നമ്മുടെ റൈറ്റ് ടു ലീവ് എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായ തത്വമാണ്. അതിനോടൊപ്പം തന്നെയാണ് ബാക്കി ആർട്ടിക്കിൾ വരുന്നത്. ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 14 ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ജീവിക്കാനുള്ള അവകാശം, ആരാധിക്കാനുള്ള അവകാശം, വിശ്വസിക്കാനുള്ള അവകാശം, വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം, ഇതെല്ലാം കൂടെ ചേർന്ന മനുഷ്യനെയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നത്, മതമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിൽ ഇടപെടുകയും മത അധികാരമായി മാറുകയും ചെയ്തപ്പോഴൊക്കെ വലിയ ദുരന്തങ്ങൾ മനുഷ്യവംശത്തിനുണ്ടായിട്ടുണ്ടെന്ന് കരുതുന്ന, വിശ്വസിക്കുന്ന, ചരിത്രത്തെ പഠിക്കുന്ന മനുഷ്യർക്ക് അതുകൊണ്ട് തന്നെ മതാധിഷ്ഠിതമായൊരു രാജ്യം പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്, വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെതിരെ നിരന്തരമായ ജാഗരൂകരായിരിക്കുകയും നിരന്തരമായി അതിനെതിരെ പോരാടുകയും ഒക്കെ ചെയ്യേണ്ട വലിയ കടമ ഇന്ത്യയിലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന സകല മനുഷ്യർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.